ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നല്ല ചോലയുടെ ഫിഷ് മസാല വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ. അപ്പോൾ ഇതാ നല്ലൊരു കഷ്ണം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മീൻ മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. എന്നിട്ട് ഇതാ പാനിൽ കുറച്ച് ഓയിൽ വാർന്നിട്ട് ചൂടാകുമ്പോൾ നമ്മൾ മീൻ കുഴച്ചത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. യെസ്, മീൻ ബിരിയാണി ആട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മീൻ പൊരിക്കുക കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ചപ്പും പൊതിന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മീനും പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. കാരണം ഇതാണല്ലോ മെയിൻ അല്ലേ. എനിക്ക് തോന്നുന്നത് ഈ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിയിലും കൂടുതൽ ടേസ്റ്റ് ബിരിയാണിക്കാണെന്ന്. കാരണം അത്രയ്ക്ക് നല്ല നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആട്ടോ. പിന്നെ ബിരിയാണിക്ക് വേണ്ടത് ഇതാ വലിയ ഉള്ളി ആട്ടോ. വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടോ നമ്മൾ പാർന്ന് കൊടുക്കുന്നത്. ഒരു കുടുക്കിക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാട്ടോ പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ അടുപ്പത്ത് നമ്മളെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ലാസ്റ്റത്തെ ട്രിപ്പാണ്. പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളിയിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ കുഴച്ച് വെക്കുന്നത്. പിന്നെ നമ്മളിതാ ഓയിലും വെളിച്ചെണ്ണയും പറഞ്ഞ ഈ കുടുക്കിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണീൻ്റെ അരി നാരങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം അതാ തിളക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചതവൊക്കെ അതാ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊയ്ക്കുമ്പോൾ. അപ്പോൾ ചതവ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞെടുത്തതും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തതും അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തക്കാളിയും ഒക്കെ ഒടിഞ്ഞ് കിട്ടണം. ശേഷം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നന്നായിട്ട് തക്കാളിയും ഒക്കെ നല്ല ഒടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി നിറത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫിഷ് മസാലേൻ്റെ പൊടി, പിന്നെ ബിരിയാണി മസാലയുടെ പൊടിയാട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ മസാലകളും എല്ലാ ഉള്ളിമേലും തക്കാളിമേലൊക്കെ പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ദെൻ ഒരു തൈരിൻ്റെ പേക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല പുളി വേണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ തൈരിൻ്റെ പേക്ക് മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആട്ടോ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ പൊരിച്ചുകൊണ്ട് തന്നെ കുറേ നേരം ദമ്മിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 5-10 മിനിറ്റ് മതിയാവും ദമ്മിട്ട് വെക്കൽ. അപ്പോഴേക്ക് നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചോറ് അവിടെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിയും ഇതൊന്നും ഒട്ടാതെക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ, അതേപോലെ ഏലക്കായ്, കറാമ്പട്ട അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിലൊക്കെ മസാലകളുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ച് താത്തിയിട്ട് നമ്മൾ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഇല അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് ഊറ്റിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ക്ലിയറും ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം രാത്രിയാണ് ഇങ്ങനെ ഓരോ ബിരിയാണിക്കും അങ്ങനെയൊക്കെ ഓരോ പൂതി വരിക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ബിരിയാണി, അതുകൊണ്ടാണ്. അപ്പോൾ ചോറ് ലാസ്റ്റ് ഫൈനൽ നമ്മൾ മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അതിലേറെ ഒന്നും വേണ്ട, കാരണം പൊരിച്ച മീനായതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചമ്മന്തി സ്ഥിരം പരിപാടി തന്നെ. തേങ്ങ, പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഉപ്പ്, കുറച്ച് സുർക്ക പറഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ.
കാരണം സമ്മന്തി ഇല്ലാത്ത ഒരു പരിപാടിയില്ല കേട്ടോ. കാരണം എന്ത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും സമ്മന്തി ഇവിടെ മസ്റ്റാട്ടോ. സമ്മന്തി ഇല്ലാഞ്ഞാൽ ഭയങ്കര ഇതാണ്, എന്തോ ഒന്ന് കുറവുള്ള പോലെ തോന്നും. അതുകൊണ്ട് തന്നെ സമ്മന്തി എന്തായാലും വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ സമ്മന്തിയും അതേപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധിക ടൈമൊന്നും നമ്മൾ ദമ്മിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. കാരണം പൊരിച്ച മീനായതുകൊണ്ട് തന്നെ എല്ലാതും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആർക്കേജിൻ്റെ നെയ്യാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കേജിൻ്റെ നെയ്യ് നല്ല അടിപൊളി കേട്ടോ. മില്ലാറ് രസം ആർക്കേജിൻ്റെ നെയ്യ് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് കുറേശ്ശെ ആയിട്ട് കൊടുക്കുകയെന്നെടുത്ത് ചെമ്പട്ടിക്ക് ഒഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ആർക്കേജി കുറേശ്ശെയായിട്ട് പാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം മസാലയുടെ ആ മഞ്ഞ കളറ് എല്ലായിടത്തും ആവണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വശത്ത് പോലും വെള്ളച്ചോറ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചോറ് നല്ല മൊഞ്ചായിട്ടുണ്ടല്ലേ. നമ്മൾ മസാല ഒക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഈ പൊരിച്ച മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയിലേറെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ മീൻ ബിരിയാണി. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ചോറ് വിളമ്പി ഇട്ടിട്ടുണ്ട്. അതേപോലെ സമ്മന്തി ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ സമ്മന്തി ഇട്ടു, നന്നായിട്ട് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.